നമ്മുടെ ഭൂമിയിൽ ഏറ്റവും ആഡംബരത്തിൽ ജീവിക്കുന്ന ബില്യണേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എലോൺ മസ്കും സുക്കർബർഗും അംബാനി എന്നൊക്കെയായിരിക്കും നമ്മുടെ ഉത്തരം. എന്നാൽ നിങ്ങൾ സൗദി അറേബ്യയുടെ അടുത്ത കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? $25 ബില്യൺ അഥവാ 2 ലക്ഷം കോടി രൂപയോളമാണ് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഇതിനേക്കാൾ 10 മടങ്ങ് ആസ്തിയുള്ളവർ ലോകത്തില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റിലുള്ള $700 ബില്യൺ അഥവാ 58 ലക്ഷം കോടി രൂപ മാനേജ് ചെയ്യുന്നതും സൗദി റോയൽ ഫാമിലിയുടെ $1.3 ട്രില്യൺ അഥവാ 10 കോടി ഇന്ത്യൻ രൂപ വരുന്ന ആസ്തിയുടെ പ്രധാന അവകാശിയുമാണ് മുഹമ്മദ് ബിൻ സൽമാൻ. അതിനാൽ തന്നെ ആഡംബരത്തിന്റെ പര്യായമാണ് ഇദ്ദേഹം. മുഹമ്മദ് ബിൻ സൽമാന്റെ ലക്ഷറിയസ് ലൈഫ് സ്റ്റൈലാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ദ പെഗാസസ് 8. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു യാട്ട് സ്വന്തമായുള്ള വ്യക്തിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ. ഇതൊരു അത്യാഡംബര യാട്ടാണ്. പ്രിൻസസ് മരിയാന എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാലിഫോർണിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കോടീശ്വരനായ ഡൊണാൾഡ് ടൂട്ടർ എന്ന വ്യക്തിയാണ് ആദ്യം ഈ യാട്ട് വാങ്ങിയതും ഇതിന് പെഗാസസ് 8 എന്ന പേര് നൽകിയതും. അതിനുശേഷം മുഹമ്മദ് ബിൻ സൽമാൻ കുറച്ചധികം ആഡംബര സൗകര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് 2015 $120 മില്യൺ അഥവാ ഇന്നത്തെ മൂല്യമനുസരിച്ച് 996 കോടി രൂപ നൽകി ഈ യാട്ട് സ്വന്തമാക്കുകയായിരുന്നു. കൂടാതെ ഓരോ വർഷവും ഈ യാട്ടിന്റെ റണ്ണിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം $12 മില്യൺ അഥവാ 100 കോടിക്കടുത്താണ്. കഴിഞ്ഞില്ല, ഈ യാട്ടിലേക്ക് കയറിയാൽ ഒഴുകുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയതുപോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. കാരണം സ്വിമ്മിംഗ് പൂൾസ്, ബാർബിക്യൂ, സ്പാ, പ്ലേ റൂംസ്, സിനിമ ഹാൾ, ജിം, ഹെലിപ്പാഡ് തുടങ്ങിയ ഒട്ടനവധി സൗകര്യങ്ങൾ ഈ യാട്ടിലുണ്ട്. പെഗാസസ് 8നേക്കാൾ വിലയേറിയ മറ്റൊരു യാട്ട് കൂടി മുഹമ്മദ് ബിൻ സൽമാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അതാണ് സെറീൻ യാട്ട്. 500 മില്യൺ അഥവാ 4150 കോടി രൂപയോളമാണ് ഈ യാട്ടിന്റെ വില എന്ന് പറയുന്നത്. ഇത്രയും വില വരാൻ മാത്രം ഇതിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പറയാം. സൺഡെക്ക്, വെറ്റ് ബാർ, ചിൽഡ്രൻസ് പ്ലേ റൂം, 2 ഹെലികോപ്റ്റർ ലാൻഡിംഗ് പാഡ്സ്, ഫുള്ളി എക്യുപ്ഡ് ഹെൽത്ത് സ്പാ, സ്വിമ്മിംഗ് പൂൾസ്, അണ്ടർ വാട്ടർ വ്യൂവിംഗ് റൂം, കോൺഫറൻസ് റൂം തുടങ്ങിയവയൊക്കെ ഈ യാട്ടിലുള്ള ചില സൗകര്യങ്ങളാണ്. എന്തിനേറെ പറയണം, ലോകത്തിലെ ബില്യണേഴ്സിൽ പ്രമുഖനും മൈക്രോസോഫ്റ്റ് കോഫൗണ്ടറുമായിട്ടുള്ള ബിൽഗേറ്റ്സ് പോലും ഈ യാട്ട് ഒരാഴ്ചത്തേക്ക് 5 മില്യൺ അഥവാ 41 കോടി രൂപയോളം കൊടുത്ത് റെന്റിന് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും. നമ്മൾ എല്ലാവരും അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതും നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാൻസർ പോലെയുള്ള ഗുരുതരമായ രോഗം പിടിപെട്ടു എന്ന് കരുതുക. അല്ലെങ്കിൽ അപകടത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ടു. ഇനി ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മരണം വരെ സംഭവിച്ചേക്കാം. ആ സമയത്ത് നിങ്ങളുടെ വരുമാനമില്ലാത്ത കുടുംബത്തിന് പഴയതുപോലെ ജീവിക്കാൻ സാധ്യമാണോ? ഇവിടെയാണ് ടേം ഇൻഷുറൻസിന്റെ പ്രാധാന്യം. നിങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇന്ത്യയിലെ പല ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ നിങ്ങൾക്ക് കാണാം. അത് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. മാസം വെറും 695 രൂപയൊക്കെ അടച്ച് 2 കോടി രൂപയുടെ വരെ കവറേജ് ഇതിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ടേം ഇൻഷുറൻസുകൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല. നിങ്ങളുടെ വരുമാനം, വിദ്യാഭ്യാസം എല്ലാം കണക്കിലെടുത്താണ് ഇവ നൽകുന്നത്. നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ടോ എന്ന് അറിയാൻ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു നോക്കിയാൽ മതി. അതിനു പുറമെ 10% വരെ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കും. പ്രവാസികൾക്ക് 18% GST ഇളവും ലഭിക്കുന്നതാണ്. ഓരോ വർഷവും ടേം ഇൻഷുറൻസിന്റെ പ്രീമിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നേരത്തെ എടുക്കുന്നുവോ അത്രയും കുറഞ്ഞ പ്രീമിയത്തിൽ തന്നെ ജീവിതകാലം മുഴുവൻ അടച്ചാൽ മതി. ഇനി കാലാവധി കഴിയുന്നതിന് മുൻപ് നിങ്ങൾ അടച്ച പ്രീമിയം മുഴുവനും തിരികെ നൽകുന്ന പ്ലാനുകളും അവൈലബിൾ ആണ്. അതിന് എക്സ്ട്രാ പ്രീമിയം ഒന്നും അടയ്ക്കേണ്ട ആവശ്യവുമില്ല. ഇനിയും വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുള്ള ലിങ്ക് വഴി ടേം ഇൻഷുറൻസ് സ്വന്തമാക്കൂ. സാൽവഡോർ മുണ്ടി പെയിന്റിംഗ്. 2017 നവംബർ ലണ്ടനിൽ ലിയോനാർഡോ ഡാവിഞ്ചി വരച്ചിട്ടുള്ള സാൽവഡോർ മുണ്ടി എന്ന ചിത്രം ലേലം ചെയ്യുകയായിരുന്നു. ലോകം ഉറ്റുനോക്കിയിരുന്ന ഒരു ലേലമായിരുന്നു അത്. എന്നാൽ അവിടെ മുഹമ്മദ് ബിൻ സൽമാന്റെ സ്റ്റാൻഡിനായി റഷ്യൻ കോടീശ്വരനായ ദിമിട്രി റൈബ്ലോവ്ലേവ് എന്ന വ്യക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഖത്തർ റോയൽസ് ആ ചിത്രത്തിന് $80 മില്യൺ അഥവാ 664 കോടി രൂപ നൽകി സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ
എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ ആ ചിത്രം വെറും 450 മില്യൺ ഡോളേഴ്സ് അഥവാ 3735 കോടി രൂപ നൽകി സ്വന്തമാക്കുകയായിരുന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ പെയിന്റിംഗ് എന്നറിയപ്പെടുന്നത്. പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യമെന്തെന്നാൽ 3735 കോടി രൂപ നൽകി ഈ ചിത്രം മുഹമ്മദ് ബിൻ സൽമാൻ സ്വന്തമാക്കിയെങ്കിലും പിന്നീട് ആ ചിത്രം പുറം ലോകം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ യാട്ടായിട്ടുള്ള സെറീനിലാണ് ഈ ചിത്രമുള്ളത് എന്നാണ് ചിലർ പറയുന്നത്. എന്നാലും ആയിരക്കണക്കിന് കോടികൾ മുടക്കി വാങ്ങിയിട്ട് മുഹമ്മദ് ബിൻ സൽമാൻ ആ ചിത്രം എവിടെയായിരിക്കും സൂക്ഷിച്ചിരിക്കുന്നത്? ചാട്ടെ ലൂയിസ് 14 മാൻഷൻ 2015 ഫ്രാൻസിലെ കൊട്ടാരം പോലെയുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷറിയസ് ആയിട്ടുള്ള ചാട്ടെ ലൂയിസ് 14 മാൻഷൻ 300 മില്യൺ ഡോളേഴ്സ് അഥവാ 2490 കോടിയോളം രൂപ നൽകി മുഹമ്മദ് ബിൻ സൽമാൻ സ്വന്തമാക്കിയത്. വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും എന്നാൽ ഹിസ്റ്റോറിക് ആയിട്ടുമുള്ള ഒരു നിർമ്മിതിയാണിത്. ഇവിടെയുള്ള മെഡിറ്റേഷൻ റൂമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അണ്ടർ വാട്ടർ ചേംബറിലാണ് ഈ റൂം നിർമ്മിച്ചിട്ടുള്ളത്. 57 ഏക്കറോളം വിശാലമായി പരന്നു കിടക്കുന്ന കൊട്ടാര സമാനമായ മാൻഷനാണിത്. 10 ലക്ഷറിയസ് ആയിട്ടുള്ള റൂംസും ഗ്രാൻഡ് റിസപ്ഷൻ ഏരിയ, ഇൻഡോർ ഔട്ട്ഡോർ പൂൾസ്, ഫൗണ്ടെയിൻസ്, ലൈബ്രറി, പ്രൈവറ്റ് സിനിമ തിയേറ്റർ, 3000 ബോട്ടിൽസ് വരെ സൂക്ഷിക്കാൻ കഴിയുന്ന വൈൻ സെല്ലർ, പാർട്ടി നടത്താനുള്ള വിശാലമായ റൂമുകൾ തുടങ്ങിയവയൊക്കെ ഇതിന്റെ പ്രത്യേകതകളാണ്. കൂടാതെ മുഹമ്മദ് ബിൻ സൽമാന് ഒട്ടനവധി മറ്റു കൊട്ടാരങ്ങളും സ്വന്തമായുണ്ട്. അതിലൊന്നാണ് ഇദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിട്ടുള്ള അൽ യമാമ പാലസ്. 11,500 സ്ക്വയർ മീറ്ററിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ആഡംബരത്തിന്റെ പര്യായമാണ് ഈ കൊട്ടാരം. ഇറ്റാലിയൻ മാർബിളുകൾ കൊണ്ട് നിർമ്മിച്ച ഫ്ലോർ മുതൽ ഈ കൊട്ടാരത്തിലെ ഓരോ വസ്തുക്കളും കോടിക്കണക്കിന് രൂപ വരെ വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. മറ്റൊന്നാണ് എർഗ പാലസ്. പ്രീമിയം ഫർണിഷിങ്ങും മനോഹരമായ ഇന്റീരിയർ ഡിസൈനിങ്ങിനും പേരുകേട്ട കൊട്ടാരമാണിത്. കഴിഞ്ഞില്ല, ഈ കൊട്ടാരത്തിലെ പല വസ്തുക്കളും ഫർണിച്ചറുകളും സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ന്യൂയോർക്കിലും ഇദ്ദേഹത്തിന് ആഡംബര വസതികളുണ്ട്. അതിലൊന്നാണ് 432 പാർക്ക് അവന്യൂ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണിത്. മുഹമ്മദ് ബിൻ സൽമാന്റെ ലക്ഷറി ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അതായത് ഇദ്ദേഹത്തിന് ന്യൂ കാസിൽ യുണൈറ്റഡ് എന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബ് സ്വന്തമായിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? പ്രീമിയർ ലീഗിലെ ഈ ക്ലബ്ബ് 388 മില്യൺ ഡോളേഴ്സ് അഥവാ 3220 കോടി രൂപ നൽകിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ സ്വന്തമാക്കിയത്. കഴിഞ്ഞില്ല, ഇദ്ദേഹം ലക്ഷറി വെഹിക്കിൾസിന് വേണ്ടിയും കോടിക്കണക്കിന് രൂപ വർഷാവർഷവും ചിലവഴിക്കാറുണ്ട്. ഈ കളക്ഷന് ലക്ഷറി കാറുകളും പ്രൈവറ്റ് ജെറ്റുകളുമൊക്കെ ഉൾപ്പെടുന്നു. അതിലൊന്നാണ് ബുഗാട്ടി ചിറോൺ. വേഗത്തിന്റെ കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്ന ലക്ഷറി വെഹിക്കിളാണ് ബുഗാട്ടി ചിറോൺ. വെറും 2.4 സെക്കൻഡുകൾ കൊണ്ട് ബുഗാട്ടി ചിറോൺ 0-ൽ നിന്നും മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിലേക്ക് വരെ എത്താൻ കഴിയും. ഏകദേശം 3 മില്യൺ അഥവാ 25 കോടിയോളമാണ് ഈ കാറിന്റെ വില എന്ന് പറയുന്നത്. കൂടാതെ ലംബോർഗിനി അവന്റഡോർ, മൈക്ലാരൻ P1, റോൾസ് റോയ്സ് ഫാൻഡം തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ മറ്റു കാർ കളക്ഷനുകളാണ്. കൂടാതെ 2018 ഇദ്ദേഹം 450 മില്യൺ ഡോളേഴ്സ് അഥവാ 3735 കോടിയോളം രൂപ നൽകി ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എയർബസ് A380യും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഒരു ബോയിങ് 747ഉം ഇദ്ദേഹത്തിനുണ്ട്. മുഹമ്മദ് ബിൻ സൽമാന്റെ അധികാരത്തിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള കാര്യമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതാണ് സൗദി ആരാംകോ. സൗദി അറേബ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓയിൽ കമ്പനിയാണ് ആരാംകോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ള കമ്പനിയാണിത്. അറേബ്യൻ അമേരിക്കൻ ഓയിൽ കമ്പനി എന്നതിന്റെ ചുരുക്കരൂപമാണ് ആരാംകോ. 2019 കണക്കനുസരിച്ച് ഏകദേശം 2 ട്രില്യൺ US അഥവാ 1.66 കോടി രൂപയാണ് ഈ കമ്പനിയുടെ ആസ്തി എന്ന് പറയുന്നത്, അഥവാ 1.6 ക്വാഡ്രില്യൺ. ഈ കമ്പനിയുടെ മേൽ അധികാരമുള്ള വ്യക്തിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ. സത്യത്തിൽ നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം മുഹമ്മദ് ബിൻ സൽമാന്റെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇദ്ദേഹത്തിന്റെ മറ്റു ആഡംബര ജീവിതത്തെക്കുറിച്ച് വിശദമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം.
ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മാസം വെറും 695 രൂപയൊക്കെ അടച്ചാൽ 2 കോടി വരെ കവറേജ് കിട്ടുന്ന പോളിസികൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പോളിസി തിരഞ്ഞെടുക്കാം. പിന്നെ 10% വരെ ഡിസ്കൗണ്ട് ഉള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എത്ര നേരത്തെ എടുക്കുന്നുവോ അത്രയും പ്രീമിയവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ലിങ്കിൽ കയറി ടേം ഇൻഷുറൻസ് എടുത്ത് നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമാക്കൂ.